ഹായ്, ഇത് കഴിക്കുന്ന ഉലുവയാണല്ലോ എന്നുള്ള ഒരു സംശയവും വേണ്ട. ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. അതിനായിട്ട് നമ്മൾ കുറച്ച് ഉലുവ എടുത്ത് വെള്ളത്തിലിട്ടു. അതൊരു 3 മണിക്കൂർ നേരം നമുക്കത് കുതിർത്തി വെക്കണം. അതിനുശേഷം തേങ്ങ ഒരു അരമുറി തേങ്ങ ചിരകി എടുക്കണം. എന്നിട്ട് ഈ കുതിർത്തി വെച്ച ഉലുവ നമ്മൾ മിക്സിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് മിക്സിയിലിട്ട് ചെറുതായിട്ട്, നന്നായിട്ട് അറിയാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കണം. പിന്നെ ഈ തേങ്ങ നമ്മൾ പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ പാല് പിഴിഞ്ഞ് വെച്ചാൽ പകുതി പാല് നമ്മൾ ഈ മിക്സിയിലിട്ട് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് അരയ്ക്കാൻ ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. അത് നന്നായിട്ട് അറിയാൻ പാടില്ല, തരി തരിയായിട്ട്, അതായത് ഉലുവ കാണുന്ന വിധത്തിൽ കട്ടിയായിട്ട് ആ പാലൊഴിച്ച് നമ്മൾ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 കരയാമ്പൂ, 2 ഏലക്കായ, 2 കഷ്ണം ചുക്ക്, ഇത്ര ആഡ് ചെയ്തിട്ട് ഒരു 5 കഷ്ണം നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. 4 കഷ്ണം വലുത്, 1 കഷ്ണം ചെറുതാണ് ഞാനിട്ടത്. ഇത്രയും ശർക്കര ഇട്ട് കൊടുത്തിട്ട് ബാക്കി വെച്ചിരുന്ന ആ തേങ്ങാപ്പാൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ അല്പം നല്ലെണ്ണ, നെയ്യ് വേണ്ടവർക്ക് നെയ്യ് ഉപയോഗിക്കാം. നെയ്യ് ഉപയോഗിച്ചാൽ നമ്മൾ തണുത്ത് കഴിഞ്ഞാലേ അത് നെയ്യ് കട്ടിയായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണും, അതിൻ്റെ ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ അതിനേക്കാൾ നല്ലത് നല്ലെണ്ണയാണ്. നല്ല ആട്ടിയ നല്ലെണ്ണയാണെങ്കിൽ വളരെ ബെറ്ററായി. ഇത് നമുക്ക് മഴക്കാലത്ത് ഒരു 15 ദിവസം കഴിക്കുകയാണെങ്കിൽ ഊരവേദന, കാലുവേദന എല്ലാത്തിനും നല്ല മാറ്റമാണ്. മാത്രമല്ല മുടി കൊഴിച്ചിലും മാറിക്കിട്ടും. കർക്കിടകത്തിലാണ് ഇത് കഴിക്കേണ്ടതെന്നാണ് പഴയ ആളുകളൊക്കെ പറയാറ്. പക്ഷേ ഇപ്പോഴും മഴയാണല്ലോ, കഴിക്കാം. അപ്പം നമ്മുടെ ഉലുവലേഖ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ഉലുവ വിരകിയതെന്നാ പറയുക കേട്ടോ, ലേഖല്ല, ഉലുവ വിരകിയതാണ്. ഇത് നമുക്കൊരു 10 ദിവസം വരെ എടുത്ത് വെക്കാൻ കേടുണ്ടാവില്ല. ബോട്ടിലാക്കി വെച്ചാൽ മതി, നമുക്ക് കഴിക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം കഴിക്കാം. ഇതിലിപ്പോ ഞാൻ 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. നമുക്ക് ചൂടുണ്ട്, നല്ല ചൂടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല രസമാണ്. നല്ല രസമായിട്ടുണ്ട്. കഴിപ്പൊന്നും നമുക്ക് അറിയില്ല. ഇത് ഉലുവേന്ന് പോലും നമുക്ക് സംശയം തോന്നും. നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പൊ ഉലുവയുടെ കയ്പ് ഇഷ്ടപ്പെടാത്ത അവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. ചില ആളുകൾക്ക് പാവയ്ക്കയുടെ കയ്പ് ഇഷ്ടമില്ല, പക്ഷെ എനിക്കൊക്കെ ഉലുവയുടെ കയ്പ് ഇഷ്ടമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. മഴക്കാലത്തൊക്കെ എല്ലാവരും കഴിക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോഴല്ലേ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ വീഡിയോ ഇടാനായിട്ട്. ഇപ്പൊ എന്റെ വീഡിയോക്കൊക്കെ ലൈക്ക് കുറവാ, കമന്റും കുറവാ. വ്യൂസ് ഒക്കെ ഒത്തിരി ഉണ്ട്, പക്ഷെ ആരും ലൈക്കും കമന്റും ഒന്നും ഇടുന്നില്ല. എന്താ അവർ ചിന്തിക്കണമെന്ന് അറിയില്ല, പക്ഷെ അതൊക്കെ ചെയ്യൂ. അപ്പോഴല്ലേ നമുക്കൊരു സന്തോഷം ഉണ്ടാവും, വീഡിയോസ് ഒക്കെ ഇടാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ.